ആത്മജീവൻ 2024. ആത്മജീവൻ ചാരിറ്റബിൾ സൊസൈറ്റിയും വിൻസെൻ്റ് ഡി പോൾ സൺഡേ സ്കൂളും വിൻസെൻ്റ് ഡി പോൾ ആരോഗ്യമാതാ കോൺഫറൻസും സംയുക്തമായി നടത്തുന്ന ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പിലേക്കും സെമിനാറിലേക്കും എക്സിബിഷനിലേക്കും നമ്മുടെ രക്ഷാധികാരിയായ പോൾ കോട്ടയ്ക്കലച്ചൻ്റെ പൗരോഹിത്യത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷത്തിലേക്കും ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പുതിയ ജീവിതശൈലി മൂലം കൂടുതൽ ജനങ്ങളിൽ ക്യാൻസർ എന്ന മാരകരോഗം കാണപ്പെടുന്നു. മറ്റു രോഗങ്ങൾ പോലെ തന്നെ ആരംഭത്തിൽ തന്നെ മനസ്സിലാക്കാനും ശരിയായ പ്രതിവിധികൾ എടുക്കുവാനും നമ്മെ ഏറെ പ്രിയപ്പെട്ട ചിത്രധാര ഡോക്ടർ നമ്മെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ആത്മജീവൻ ചാരിറ്റബിൾ സൊസൈറ്റി ഇതിനോടകം തന്നെ അങ്കമാലി അതിരൂപതയിലെ അനേകം ഇടവകയിൽ ഇപ്പോൾ തന്നെ സൗജന്യമായി ക്യാമ്പ് നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനത്തിനായി മിയയെയും മെറിനെയും ക്ഷണിക്കുന്നു. പാതയിൽ പാതേയമായി ഈശ്വരാ നീ നൽകിടൂ കരുണയാമൊരു ഹൃത്തടം ദാനമായി നീക്കണേ. പാതയിൽ പാതേയമായി ഈശ്വരാ നീ നൽകിടൂ കരുണയാമൊരു ഹൃത്തടം ദാനമായി നീക്കണേ. ഈശ്വരൻ്റെ കണ്ണിലൂടെ സോദരരെ നോക്കുവാൻ കാവലാകാൻ കരുതലാകാൻ സൽസ്വഭാവയാകുവാൻ ഈശ്വരനാണെൻ സ്വരം ഈശ്വരനാണെൻ മനം ഈശ്വരാ നീ നൽകിടൂ കരുണയാമൊരു ഹൃത്തടം പാതയിൽ പാതേയമായി ഈശ്വരാ നീ നൽകിടൂ കരുണയാമൊരു ഹൃത്തടം ദാനമായി നീക്കണേ ദാനമായി നീക്കണേ. ആത്മജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന നമ്മളെ വേർപിരിഞ്ഞു പോയ ജോഷി വിദ്യത്തിൽ ചേട്ടനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം എഴുന്നേറ്റ് നിൽക്കാം. നമുക്കിരിക്കാം. ആത്മജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിനെ പറ്റിയും ഇന്നത്തെ ക്യാമ്പിനെ പറ്റിയും നമുക്ക് പറഞ്ഞു തരുന്നതിനായി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് ജോജോ മനയംപിള്ളി സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സ്നേഹമുള്ള ഇവിടെ കൂടിയിരിക്കുന്ന അമ്മച്ചിമാരെ, സിസ്റ്റേഴ്സ്, എല്ലാവരും കൃത്യം 2 മണിക്ക് ആരംഭിക്കണമെന്ന് പറഞ്ഞ് ഓരോരുത്തർ വന്നുകൊണ്ടിരിക്കണുള്ളൂ. എല്ലാവരും എത്തുന്നു പ്രതീക്ഷിക്കുന്നു. സ്നേഹമുള്ളവരെ, ഞാനിതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കാരണം എല്ലാവർക്കും ചുരുക്കം സമയം തന്നിട്ടുള്ളൂ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടറുടെ ക്ലാസ് കേൾക്കുവാനായിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ ആത്മജീവനെ കുറിച്ച് കുറച്ച് 2 വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ ഇത് ആത്മജീവൻ ആരംഭിച്ചിട്ട് 14 വർഷം ഇന്ന് തികയാണ്. അതിൻ്റെ ആരംഭത്തിലുണ്ടായ ഒരു ചെറിയ അനുഭവം ഞാനിപ്പോൾ ആദ്യമേ പങ്കുവയ്ക്കുകയാണ്. 14 വർഷം മുമ്പ് കപ്പശ്ശേരിയിൽ ഇത് ആരംഭം കുറിപ്പിച്ചപ്പോൾ ഇതിൻ്റെ ക്യാമ്പ് ഞങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പോകാൻ നേരത്ത് 4 അമ്മച്ചിമാർ, ഞാൻ പലപ്പോഴും പറയാനുള്ള അനുഭവമാണ്, 4 അമ്മച്ചിമാർ ഡോക്ടറിൻ്റെ ചുറ്റും കൂടി വന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ആരൊക്കെയാണ് വളരെ പരിചയത്തോടെ സംസാരിക്കുന്നുണ്ടല്ലോ പറഞ്ഞപ്പോൾ ഈ 4 പേരും കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. അപ്പം അപ്പോഴേ മനസ്സിലായ ഡോക്ടറിൻ്റെ പേഷ്യൻ്റാണെന്ന് മനസ്സിലായത്. ഇവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ട് സ്റ്റേജ് കഴിഞ്ഞു, സെക്കൻഡും കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം ഇന്നും ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇന്ന് പറഞ്ഞു വെച്ചാൽ
ഈ ക്യാമ്പ് ഈ ഇനാഗ്രേഷൻ കപ്പറശ്ശേരിയിൽ ആരംഭിച്ചപ്പോൾ 1 വർഷം മുമ്പ് ആരംഭിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ രോഗം ഇങ്ങനെ വരില്ലായിരുന്നു, ആരംഭത്തിലെ മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആ അനുഭവം പങ്കുവയ്ക്കുകയാണ്. ആമച്ചി ഇന്ന് നമ്മുടെ വിട പറഞ്ഞു. ശരിക്കും അന്നോട്ടുള്ള ഒരു ഞങ്ങൾ മനസ്സിൽ തോന്നി ഇതൊരു കൂടുതലായിട്ടും അമ്മമാർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന ഇതായിട്ട് മാറ്റണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഓരോ ക്യാമ്പുകളിലും പറയും, ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ക്യാമ്പുകളെടുത്തും പറയും നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം, കാരണം ഞങ്ങൾക്കൊരു മൊബൈൽ മാമോഗ്രാം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്യണം എന്ന് പറയിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാനൊക്കെ പറയും. അങ്ങനെ നിരന്തരമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ ചില അവരുടെ പ്രാർത്ഥന ആവശ്യപ്പെടും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പുണ്ടായ ഒരു അനുഭവം ഞങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞങ്ങളിത് ആരംഭിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു മൊബൈൽ മാമോഗ്രാം ഞങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മോട് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും എന്ന് ഞങ്ങളത് മനസ്സിൽ ഞങ്ങൾ കുറിച്ചിട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരമ്മച്ചി വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. വീട്ടിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വീടിൻ്റെ അയലത്താണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് 1 വർഷം തികയാണ്. അപ്പോൾ അന്ന് ഏറ്റവും ചെറുതായിട്ട് ആണ്ട് ആഘോഷിക്കുകയുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ആ പൈസ ഞാൻ നിങ്ങളുടെ ട്രസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ തരാം, അതുകൊണ്ട് ആ മെഷീൻ വാങ്ങിക്കണമെന്ന് പറയാം. അപ്പോൾ തന്നെ ഞങ്ങൾ മനസ്സിൽ കുറിച്ചുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോൾ എത്ര കാശൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. അപ്പോൾ ഏതായാലും ഞങ്ങൾ ആരംഭം കുറിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും വന്നു. അങ്ങനെ എല്ലായിടത്തു നിന്നും വളരെ സപ്പോർട്ട് വന്നു. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ഇടവകയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ ബാക്കിൽ സപ്പോർട്ട് ചെയ്തത് ഞങ്ങൾ വികാരിച്ചനായിരുന്നു. പോൾ കോട്ടക്കലച്ചൻ വളരെ സപ്പോർട്ട്, എങ്കിലും മുന്നോട്ട് പോക്കോ അത് തീർച്ചയായിട്ടും വിജയിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഐബ്രഷ് എക്സാമിൻ്റെ ആ മെഷീൻ വാങ്ങിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങിയത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണങ്ങൾ പിന്നീട് ഉണ്ടായി. പലരും സാമ്പത്തികമായിട്ടും എല്ലാ വിധത്തിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പ്രത്യേകം നന്ദിയല്ല എങ്കിലും നന്ദിയോടെ ഈ നിമിഷം ഒന്ന് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റ്, കപ്പശ്ശേരി വിൻസെൻ്റ് ഇപ്പോൾ, പിന്നെ നമ്മുടെ അങ്കമാലി വിൻസെൻ്റ് ഇപ്പോളിലെ AC-യിൽ നിന്നുള്ള സപ്പോർട്ട്, മറ്റുള്ള വിൻസെൻ്റ് ഇപ്പോളിലെ എല്ലാ പ്രസിഡന്റുമാരുടെ എല്ലാവരുടെ സപ്പോർട്ടുണ്ടായതുകൂടി നമുക്ക് ഇന്ന് ഈ ബ്രസ്റ്റ് എക്സാം ഇന്നിവിടെ വെച്ച് അവർക്ക് പരിശോധന നടത്തുവാനും ഇത് വാങ്ങിക്കുവാനൊക്കെ സാധിച്ചത്. അപ്പോൾ പ്രത്യേകിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടായിരുന്നു. അതോടൊപ്പം ഞങ്ങൾ അടുത്ത നമ്മുടെ CMC ഗവൺമെൻറ്റിലെ സിസ്റ്റേഴ്സ്, മദർ, ഞങ്ങൾക്ക് എന്ത് പ്രോഗ്രാം ഞങ്ങൾ അവിടെ തന്നെ വയ്ക്കണത് പ്രോഗ്രാം. ഇതിന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഈ മിഷൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച മഠത്തിൽ പ്രോഗ്രാം അറേഞ്ച് 20 അമ്മമാർക്ക് അതിൻ്റെ ടെസ്റ്റ് നടത്തി. അപ്പോൾ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് മഠത്തിൽ നിന്ന് കിട്ടി. ഈ നിമിഷം ഇവിടെ നന്ദിയോടെ ഓർക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. അപ്പോൾ ഇനി ഈ സംരംഭത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം. ഇന്ന് ഞങ്ങൾ ഒത്തിരി ഇടവകളിൽ പ്രോഗ്രാം ചെയ്തു. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ പ്രത്യേകിച്ച് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ജയ് ക്രിസ്റ്റ്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതിനായി ഞങ്ങളുടെ കാറ്റിസം യൂണിറ്റിൻ്റെ മുൻ ഹെഡ് മിസ്ട്രസ് സിസിലി ടീച്ചറെ ക്ഷണിക്കുന്നു. ഈ സെമിനാറിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന വിൻസെൻഷ്യൽ ആശ്രമ സുപ്പീരിയർ ഡോക്ടർ ജോർജ് ദീനാട്ട് വിളിയച്ച, ആത്മജീവൻ ട്രസ്റ്റ് രക്ഷാധികാരി റവറൻ പോൾ കോട്ടക്കലച്ച, അങ്കമാലി ഫെറോന കാറ്റഗിസം ഡയറക്ടർ ഡെന്നി കാട്ടയിലച്ച, ഇന്നത്തെ സെമിനാർ നയിക്കുന്ന ഡോക്ടർ ചിത്രധാര മാഡം, മോർണിംഗ് സ്റ്റാർ കോളേജ് പ്രിൻസിപ്പൽ റവറൻ സിസ്റ്റർ അനുപമ, വാർഡ് കൗൺസിലർ ശ്രീമതി അജിത ഷിജോ, അങ്കമാലി AC പ്രസിഡൻറ്റ് പീറ്റർ സെബാസ്റ്റ്യൻ ബ്രദർ, ആത്മജീവൻ ട്രസ്റ്റ് പ്രസിഡൻറ്റ് ജോജോ മനയപ്പള്ളി ബ്രദർ, സദസ്സിലും വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരിമാരെ, വ്യക്തികളുടെയും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും തന്നെ സ്വപ്നങ്ങളെ തകിടം മറിച്ച് ജീവിതത്തെ താളം തെറ്റിച്ച് തീരാ ദുഃഖത്തിലാക്കുന്ന ഒരു മഹാമാരിയായി അർബുദം ഇന്ന് സമൂഹത്തിൽ വ്യാപിക്കുകയാണ്. ഈ രോഗം വരാനുള്ള കാരണങ്ങളും സാധ്യതകളും മനസ്സിലാക്കി ആരംഭദിശയിൽ തന്നെ കണ്ടുപിടിച്ചാൽ
പൂർണ്ണമായും ഭേദമാക്കുവാൻ സാധിക്കുന്ന സ്ത്രീകളെ ബാധിക്കുന്ന അർബുദത്തെക്കുറിച്ച് വ്യക്തമായ അവബോധം നൽകുവാൻ പര്യാപ്തമായ ഒരു സെമിനാറാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നോ ക്യാൻസർ, നോ ക്യാൻസർ. അതെ, ഈ രോഗത്തെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം നേടുക തന്നെയാണ് ഇതിനെ പ്രതിരോധിക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ഈ ഉദ്യമത്തിൽ സാക്ഷാത്കരിക്കുവാനായി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സമ്മേളനത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ സെമിനാറിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് വിൻസെൻഷ്യൽ ആശ്രമ ദേവാലയ സുപ്പീരിയർ ആയ ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരി ജോർജ് തേനാട്ടുപള്ളിയച്ചനാണ്. ഈ സെമിനാറിന് വേണ്ട എല്ലാവിധ പ്രോത്സാഹനവും മാർഗനിർദ്ദേശവും സഹായവും നൽകുന്ന ജോർജ് അച്ചൻ ഇവിടുത്തെ സൺഡേ സ്കൂളിൻ്റെയും വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും അതിൻ്റെ ഞങ്ങൾക്ക് ഊർജം പകരുന്ന സ്രോതസ്സുമാണ്. ലാളിത്യം തുളുമ്പുന്ന അച്ഛൻ്റെ വിശാല മനസ്സാണ് ഈ സെമിനാർ ഇവിടെ യാഥാർത്ഥ്യമാക്കിയത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏവരുടെയും പേരിൽ അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആത്മജീവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പുതിയ ഐബ്രസ്റ്റ് എക്സാം മെഷീൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് സൊസൈറ്റിയുടെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട പോൾ കോട്ടയ്ക്കൽ അച്ഛനാണ്. തൻ്റെ അജപാലന ശുശ്രൂഷയിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വലിയ ലക്ഷ്യത്തിനു വേണ്ടി ക്യാൻസർ രഹിത സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ വേണ്ടി പ്രവർത്തിക്കുവാൻ സമയവും കഴിവും വിനിയോഗിക്കുന്ന കോട്ടയ്ക്കൽ അച്ഛൻ്റെ ദീർഘവീക്ഷണവും നേതൃപാഠവുമാണ് ഈ ട്രസ്റ്റിനെ ഇത്രയും ക്രിയാത്മകമായ മേഖലകളിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അച്ഛനെ ഈ സെമിനാറിലേക്ക് ഏവരുടെയും പേരിൽ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിശ്വാസ പരിശീലനം മതപഠന ക്ലാസുകൾ മാത്രമായി ഒതുക്കാതെ സാമൂഹ്യ വിഷയങ്ങളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ടതാണെന്ന തിരിച്ചറിവ് നൽകുന്ന പ്രവർത്തനങ്ങളാണ് അങ്കമാലി ഫെറോന കാറ്റഗിസം വിഭാഗം പരിശീലന ഡയറക്ടറായ റവറൻ ഡെന്നി കാട്ടയിലച്ചൻ നൽകുന്നത്. കപ്രശ്ശേരി വിൻസെൻഷ്യൽ സൺഡേ സ്കൂളിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഇങ്ങനൊരു സംരംഭം നടത്തുവാൻ വേണ്ട എല്ലാ പ്രചോദനവും ഞങ്ങൾ നൽകുന്നത് ഞങ്ങളുടെ ഫെറോന കാറ്റഗിസം ഡയറക്ടറായ ഡെന്നി അച്ഛനാണ്. ബഹുമാനപ്പെട്ട ഡെന്നി അച്ഛനെ ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ പരിശോധനാ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് മോർണിംഗ് സ്റ്റാർ കോളേജ് പ്രിൻസിപ്പൽ ഡവറൻ സിസ്റ്റർ ഡോക്ടർ അനുപമയാണ്. തൻ്റെ ശക്തമായ നേതൃത്വവും ഇച്ഛാശക്തിയും കൊണ്ട് അങ്കമാലിയുടെ പ്രതിച്ഛായ തന്നെ മാറ്റിയെടുക്കുവാൻ പര്യാപ്തമായി ഈ മോർണിംഗ് സ്റ്റാർ കോളേജിനെ വളർത്തിയെടുക്കുന്നതിൽ സിസ്റ്റർ വഹിക്കുന്ന പങ്ക് നിസ്സീമമാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. തൻ്റെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് സിസ്റ്ററിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ വീണ്ടും ഊർജ്ജസ്വലമായി പുരോഗമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിസ്റ്ററിനെ ഈ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിൻ്റെ ജീവനാഡിയും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതും സെമിനാർ നയിക്കുന്ന ഡോക്ടർ ചിത്രധാര മാഡത്തിനെയാണ്. നമുക്കേവർക്കും അറിവിൻ്റെ പ്രത്യാശയുടെ വെളിച്ചം നൽകുവാൻ പര്യാപ്തമായ ചിത്രധാര മാഡത്തിൻ്റെ ക്ലാസുകൾ അനുഭവങ്ങൾ കേൾക്കുവാനും പങ്കുവയ്ക്കുവാനും മാത്രമാണ് ഇവിടെ ഏവരും സമ്മേളിച്ചിരിക്കുന്നത് തന്നെ. തൻ്റെ അറിവും കഴിവും സമയവും ആരോഗ്യവുമെല്ലാം സമൂഹ നന്മയ്ക്ക് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാഡത്തെക്കുറിച്ച് വാക്കുകളിലൂടെ പറയുവാൻ സാധിക്കില്ലല്ലോ. മാഡത്തിൻ്റെ ആ വലിയ മനസ്സിന് നന്ദി. അനേകായിരങ്ങളെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ആ പ്രവർത്തനങ്ങൾ അഭംഗൂരം തുടരുവാൻ വേണ്ട ആരോഗ്യവും അവസരവും ഈശ്വരൻ തുടർന്നും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഡോക്ടർ ചിത്രധാര മാഡത്തിനെ ഏവരുടെയും പേരിൽ സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാറിന് ആശംസകൾ നേരുവാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ വാർഡ് കൗൺസിലറായ അജിത ഷിജോ മാഡമാണ്. നമ്മുടെ വാർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും തൻ്റെ സജീവ സാന്നിധ്യമാണ് അജിത മാഡം. എപ്പോഴും ഊർജ്ജസ്വലിയായി നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അജിത മാഡത്തിന് ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു.
വൈവിധ്യങ്ങളായ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് അങ്കമാലി AC പ്രസിഡന്റ് പീറ്റർ സെബാസ്റ്റ്യൻ ബ്രദർ. ആശംസകൾ നേരാൻ എത്തിയിരിക്കുന്ന പീറ്റർ ബ്രദറിനെ ഏവരുടെയും പേരിൽ ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആത്മജീവൻ ട്രസ്റ്റ് ഒരു യാഥാർത്ഥ്യമാക്കുവാൻ പരിശ്രമിച്ച, ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും അതിൻ്റെ പിന്നിലെ ചേതോശക്തിയായി എന്നും പ്രവർത്തിക്കുന്ന അതിൻ്റെ ആത്മീയ ഡയറക്ടറായ ജേക്കബ് മനയപ്പള്ളി അച്ഛനെ ഈ വേദിയിൽ തൻ്റെ അസാന്നിധ്യത്തിലും ഞങ്ങൾ സ്മരിക്കുകയാണ്. അച്ഛനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇനി സ്വാഗതം പറയേണ്ടത് ഈ സമ്മേളനത്തിന് എല്ലാം ചുക്കാൻ പിടിക്കുന്ന, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജോജോ മനയമ്പള്ളി ബ്രദറിനെയാണ്. സാറിൻ്റെ സന്മനസ്സും താല്പര്യവും പരിശ്രമവും ഒന്നുകൊണ്ടും മാത്രമാണ് ഈ സെമിനാർ ഇവിടെ യാഥാർത്ഥ്യമായത് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ എല്ലാം സംഘാടകൻ ജോജോ മാഷ് തന്നെയാണ്. ജോജോ ബ്രദറിനെ ഏറ്റവും ഊഷ്മളമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ സെമിനാർ ജീവസുറ്റാക്കുന്നതും ഇതിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും, അതായത് വിവിധ ഇടവകകളിൽ നിന്ന് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി അംഗങ്ങളെയും കപ്രശ്ശേരി ഇടവകയിൽ നിന്ന് എത്തിയിരിക്കുന്നവരെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഈ സമ്മേളനത്തിൽ എത്തിയിരിക്കുന്ന ഓരോരുത്തരെയും, ചിത്രധാര മോഡത്തിനോടൊപ്പം എത്തിയിരിക്കുന്ന സഹപ്രവർത്തകരെയും, ഇതിന് പിന്നിൽ സഹകരിക്കുന്ന നേഴ്സുമാരെയും അതിനെ സഹായിക്കുന്ന ഏവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക്, ഈ ക്ലാസ്സുകളിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം നേർന്നുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ആനുകൂല്യങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ ഏവർക്കും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ഞങ്ങളുടെ വിൻസെൻഷൻ യൂണിറ്റിൻ്റെ സുപ്പീരിയർ അച്ഛൻ ജോർജ് അച്ഛനെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ നടത്തപ്പെടുന്ന ക്യാൻസർ ബോധവൽക്കരണ സെമിനാറിൽ ക്ലാസ് എടുക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആദരണീയായ ഡോക്ടർ ചിത്രധാര ഗംഗാധരൻ, ഐബ്രസ്റ്റ് എക്സാമിനേഷൻ മെഷീൻ ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട പോൾ കോട്ടക്കലച്ച, സന്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ഡെന്നി കാട്ടയിലച്ച, ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന റവറൻഡ് സിസ്റ്റർ അനുപമ, ആശംസ നേരുന്ന ശ്രീമതി അജിത ഷിജോ, ആശംസ നേരുന്ന വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റിയുടെ AC പ്രസിഡൻറ്റ് പീറ്റർ സെബാസ്റ്റ്യൻ, വിൻസെൻ്റ് ഡി പോൾ കുടുംബാംഗങ്ങളെ, കാറ്റഗിസ് അധ്യാപകരെ, റവറൻഡ് സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വൈകിയ വേളയാണ്, സുദീർഘമായൊരു പ്രസംഗം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതല്ല. അതുമാത്രമല്ല, ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മനോഹരമായ ഒരു ക്ലാസ് കേൾക്കുന്നതിനും അത് ഫലപ്രദമായിട്ട് സ്വീകരിക്കുന്നതിനും വേണ്ടിയിട്ടുമാണ്. നമുക്കറിയാം, ഒത്തിരിയേറെ കുടുംബങ്ങളിൽ മനസ്സമാധാനവും സന്തോഷവും കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രതയുമൊക്കെ തകർക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. വേണ്ടത്ര അറിവ് അതിനെക്കുറിച്ചില്ലാത്തത് കൊണ്ടും വേണ്ടത്ര ശ്രദ്ധ ചെലുത്താൻ പറ്റാത്തത് കൊണ്ടും നിലവിലുള്ള ആധുനിക ചികിത്സാ സംവിധാനങ്ങളുടെ സാധ്യതകളെ മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടും ആണ് ഒത്തിരിയേറെ കുടുംബങ്ങൾ ഈ പ്രശ്നങ്ങളുടെ നടുവിലേക്കൊക്കെ പോകുന്നത്. സമാധാനക്കേടിൻ്റെ, സന്തോഷമില്ലായ്മയുടെ, സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുന്നതിൻ്റെയൊക്കെ. അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള കുറേ മനുഷ്യർക്കെങ്കിലും ചെറിയ ഒരു അറിവെങ്കിലും അതിനെക്കുറിച്ച് നൽകിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ഫലപ്രദമാണ്, കൂടുതൽ ഉപകാരപ്രദമാണ് എന്നുള്ള തിരിച്ചറിവോട് കൂടിയാണ് ഇങ്ങനത്തെ ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ സെമിനാറിന് ക്ലാസ് നയിക്കുന്നതിനായിട്ട് നമുക്ക് കിട്ടാവുന്നതിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ നന്നായിട്ട് അറിയപ്പെടുന്ന, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പോയി ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയായ ഡോക്ടർ ചിത്രധാര ഗംഗാധരനാണ്. ഡോക്ടറിനെ കൂടുതൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. രണ്ട് വ്യക്തിത്വങ്ങൾ കേരളത്തിൽ ക്യാൻസർ രോഗ ചികിത്സാ രംഗത്ത് അവരുടെ സ്തുത്യർഹമായ സേവനം ഏറ്റവും നിസ്വാർത്ഥമായിട്ട് ഏറ്റവും നല്ല മനസ്സോടുകൂടി നൽകിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഡോക്ടർ ഗംഗാധരൻ, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ഡോക്ടർ ചിത്രധാര ഗംഗാധരൻ. ഇന്ന്
ഇവിടെ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുമ്പോൾ ഡോക്ടറിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് തീരട്ടെ. അതുപോലെ തന്നെ നിങ്ങളോടൊത്തുള്ള ഡോക്ടറിൻ്റെ സമയം ഏറ്റവും മനോഹരമായിരിക്കട്ടെ. ഈ ക്ലാസ് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതങ്ങൾക്ക് കൂടുതൽ വെളിച്ചവും കൂടുതൽ നന്മയും അനുഗ്രഹവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന നമ്മുടെ രക്ഷാധികാരിയായ പോൾ കോട്ടയ്ക്കലച്ചന് ജൂബിലി സന്ദേശം നൽകുന്നതിനായി അങ്കമാലി കാറ്റിസം ഫൊറോണ ഡയറക്ടർ ഡെന്നി കാട്ടിലച്ചനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥി ഡോക്ടർ ചിത്രധാര ഗംഗാധരൻ മാഡം, അതോടൊപ്പം തന്നെ അധ്യക്ഷൻ ഫാദർ ജോർജ് തയ്യനാട്ടുപള്ളി, ഉദ്ഘാടനം നടത്തുന്ന പോൾ കോട്ടയ്ക്കലച്ച, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഉച്ചസമയം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷെങ്കിലും ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ നല്ല ഒരു ബോധവൽക്കരണ ക്ലാസ് പങ്കെടുക്കാനായിട്ട് നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. അതിനിവിടെ നമുക്കായിട്ട് എത്തിയിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടറാണ്. പ്രത്യേകമായിട്ട് സമൂഹത്തിൽ സുദീർഘമായ സേവനമനുഷ്ഠിക്കുന്നു. ഈ ഒരു കുടുംബം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും പേരിൽ അനുമോദനങ്ങൾ നേരുകയാണ്. നിസ്വാർത്ഥമായിട്ടുള്ളൊരു സേവനമാണ് ഡോക്ടർ ഗംഗാധരൻ സാറും അതോടൊപ്പം തന്നെ ചിത്രധാര ഗംഗാധരൻ മാഡവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ക്യാൻസർ നമ്മളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒന്നായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 10-15 വർഷം പുറകിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് പേടിയൊക്കെ മാറ്റി നമ്മളെ അതിൻ്റെ ചികിത്സയുടെ ഏറ്റവും നല്ല ഫലം ലഭിക്കുവാനൊക്കെ ആയിട്ട് നമ്മളെ സഹായിച്ച ഈ ഒരു കുടുംബം ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമാണ്. അതിനെല്ലാം ഞങ്ങളെല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് ഡോക്ടർ ചിത്രധാര ഗംഗാധരൻ മാഡത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ ആശംസകൾ അർപ്പിക്കുന്നു. എന്നിലർപ്പിച്ച പ്രത്യേകമായിട്ടുള്ള ആശംസ സന്ദേശം കൊടുക്കേണ്ട നമ്മുടെ കോട്ടയ്ക്കലച്ചനാണ്. 50 വർഷം ജൂബിലിയുടെ നിറവിലാണ്. ഈ ഒരു ആത്മജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രക്ഷാധികാരി കൂടിയിട്ടാണ്. അച്ഛൻ്റെ ഇടവകയിൽ ചെയ്യുന്ന ഒത്തിരിയേറെ നല്ല പ്രവർത്തനങ്ങളും നല്ല ക്ലാസ്സുകളുമൊക്കെ ആയിട്ട് മനോഹരമായിട്ട് ഈ ഒരു 50 വർഷത്തിൻ്റെ വൈദിക ജീവിതത്തിൽ അതിൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടാണ് അച്ഛൻ ചെയ്യുന്നത്. അച്ഛൻ്റെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും പ്രത്യേകമായിട്ട് ആശംസകൾ നേരുന്നു. ഇനിയും ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം അച്ഛനിലൂടെ നമ്മുടെ സമൂഹത്തിന് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അടുത്തതായി ജൂബിലി ഗാനം ആലപിക്കുന്നതിനായി അഞ്ജുവിനെയും ടീമിനെയും ക്ഷണിക്കുന്നു. ജൂബിലി തന്നിറവിൽ ശോഭിതമീ സുദിനം ചൊരിയുഗദാസരിൽ നിയതം നിൻ തിരുകൃപനാഥ. ജൂബിലി തന്നിറവിൽ ശോഭിതമീ സുദിനം ചൊരിയുഗദാസരിൽ നിയതം നിൻ തിരുകൃപനാഥ. മംഗളഗീതവുമായി വാനവർ നിരചേരുന്നു, പ്രാർത്ഥനഹാരവുമായി മാനവരണിചേരുന്നു. പാടാം നവമൊരു ഗാനം, ജൂബിലി മംഗളഗാനം. പാടാം നവമൊരു ഗാനം, ജൂബിലി മംഗളഗാനം. ഒരു മെഴുതിരി പോലെരിയാൻ, ഉരുകി ഉരുകി തെളിയാൻ. ഒരു മെഴുതിരി പോലെരിയാൻ, ഉരുകി ഉരുകി തെളിയാൻ. ഒരു ജന്മമേകിയ ധന്യൻ നീ, നിരതം പ്രാർത്ഥനയേകാം. ഒരു ജന്മമേകിയ ധന്യൻ നീ,
നിരതം പ്രാർത്ഥനയേകാം. മംഗളഗീതവുമായി വാനവർ നിരചേരുന്നു, പ്രാർത്ഥനഹാരവുമായി വാനവർ അണിചേരുന്നു. പാടാം നവമൊരു ഗാനം, ജൂബിലി മംഗളഗാനം. പാടാം നവമൊരു ഗാനം, ജൂബിലി മംഗളഗാനം. അതിരുകളോളം പോകാൻ, കതിരുകളേറെ കൊയ്യാൻ. അതിരുകളോളം പോകാൻ, കതിരുകളേറെ കൊയ്യാൻ. വിളയും വയലുകളൊരുക്കാൻ കൃപയാൽ നിറയുക ഇനിയും. വിളയും വയലുകളൊരുക്കാൻ കൃപയാൽ നിറയുക ഇനിയും. മംഗളഗീതവുമായി വാനവർ നിരചേരുന്നു, പ്രാർത്ഥനഹാരവുമായി മാനവർ അണിചേരുന്നു. പാടാം നവമൊരു ഗാനം, ജൂബിലി മംഗളഗാനം. പാടാം നവമൊരു ഗാനം, ജൂബിലി മംഗളഗാനം. പോളച്ചന് മൊമെൻറ്റോ നൽകുന്നതിനായി ആൻഡ്രൂ തെക്കിനേട് സാറിനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട ചിത്രധാര ഡോക്ടറിന് സ്നേഹ ഉപകാരം നൽകുന്നതിനായി ജോസഫ് VP സാറിനെ ക്ഷണിക്കുന്നു. ജോസ് കപ്രശ്ശേരി, ജോസ് സാർ ഹെഡ് മാസ്റ്റർ കടന്നു വരിക. ഐബ്രസ്റ്റ് എക്സാം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഈ പരിപാടിയുടെ രക്ഷാധികാരിയായ ബഹുമാനപ്പെട്ട പോൾ കോട്ടയ്ക്കലച്ചനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, പ്രത്യേകിച്ച് ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ളവരെ, സദസ്സിലുള്ളവരെ, ഏറെ സന്തോഷമുണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിന്. വളരെ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഇവിടെ നടന്നത്. ഞാൻ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പരിപാടികൾ ഏൽക്കാറില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞായറാഴ്ച 2 കുർബാന, വേദപാഠം, ആ മീറ്റിംഗ് ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് കുടുംബ യൂണിറ്റ് മീറ്റിംഗ്. അപ്പോൾ ഊണ് കഴിഞ്ഞ് മനോരമയുടെയും ദീപികയുടെയും സപ്ലിമെൻ്റ് എല്ലാം വായിച്ച് അങ്ങനെ കിടന്നുറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിന് അലോരസമുണ്ടാക്കുന്ന ഒന്നും ഏറ്റെടുക്കാറില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ ചിലരെല്ലാം അന്ധമായിട്ടങ്ങ് വിശ്വസിക്കാറുണ്ട്. അതിലൊരാൾ നമ്മുടെ ജോജോ സാറ്. ജോജോ എന്ത് പറഞ്ഞാലും ഞാൻ അതിനൊരു വിശദീകരണം ചോദിക്കാറില്ല. പുള്ളി അങ്ങനെ കളിപ്പിക്കുന്ന ആളല്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കും നാട്ടുകാർക്കും ഉണ്ട്. അതുകൊണ്ടാണ് പുള്ളിയുടെ വെളിച്ചെണ്ണക്കടയിൽ എപ്പോഴും ക്യൂ നിൽക്കുന്ന ആൾക്കാർ, ഈ ബിവറേജിൽ നിൽക്കുന്ന പോലെയാണ് വെളിച്ചെണ്ണ മേടിക്കാൻ അവിടെ ആൾക്കാർ വരുന്നത്. കാരണം പുള്ളി നല്ല വെളിച്ചെണ്ണയെ നൽകൂ, കാപട്യം കാണിക്കില്ല എന്നുള്ള ചിന്ത, ആ ഒരു ചിന്ത എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി ഏറ്റത്. എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ പ്രസ്ഥാനത്തിൻ്റെ ആരാണെന്ന് എനിക്കറിയില്ല. നോട്ടീസ് കൊണ്ട് തന്ന് ഞാനവിടെ വെച്ചു, വായിച്ചൊന്നും നോക്കിയില്ല. അപ്പം ഞാൻ ഈ ദിവസങ്ങൾ ഞങ്ങളുടെ അച്ഛന്മാരുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. കാട്ടയിലച്ഛനൊക്കെ ഉണ്ടായിരുന്നു.
അവിടെ വെച്ച് ഒരച്ഛനെ ഈ നോട്ടീസ് പൊക്കി പിടിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, കോട്ടയ്ക്കലച്ച എന്തായി കേൾക്കണേ, ബ്രസ്റ്റ് ടെസ്റ്റിൻ്റെ ഉദ്ഘാടനം അച്ഛനാണോ നടത്തണേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോട്ടീസിൽ എഴുതി വെച്ചേക്കണത് കാണുന്നത് എന്താണെന്നുള്ളത് ചോദിച്ചു. എനിക്കറിയില്ല, ജോജോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം എൻ്റെ ഇടവകയിലുണ്ട്, കക്ഷി എനിക്ക് ഇത് കൊണ്ട് തന്നു, ഞാൻ പേര് വെച്ചോളാനും പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പേരാൽ വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞു. ഈ ജൂബിലി ആഘോഷത്തെക്കുറിച്ചെല്ലാം ഇങ്ങനെ ഒരു ജൂബിലി ആഘോഷത്തിൽ ഇങ്ങനെയെല്ലാം ഉണ്ട് എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എന്ത് തന്നെയുമായിക്കൂടെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒരു ജൂബിലി ആശംസയും ട്രോഫിയും എല്ലാം സംഘടിപ്പിച്ചതിനെല്ലാം. ഈ സാധാരണഗതിയിൽ ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ നാട മുറിക്കും, നിലവിളക്ക് കത്തിക്കും, കേക്ക് മുറിക്കും, ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ ക്യാമ്പ്, ഈ ടെസ്റ്റിങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ വിളിച്ച എല്ലാവർക്കും, എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താഴെ ഇടാൻ നോക്കണം. ഇതാണിതിൻ്റെ മിഷൻ. ഞാനിതിൻ്റെ വെഞ്ചിരിപ്പോരിക്ക് നടത്തിയതാണ്. കഴിഞ്ഞ ആശംസ അറിയിക്കുന്നതിനായി അങ്കമാലി ഏരിയ കൗൺസിൽ പ്രസിഡന്റ് പീറ്റർ സെബാസ്റ്റ്യൻ സാറിനെ ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ഞാൻ വരുമ്പോഴേ പറഞ്ഞു എന്നോട് ഷോർട്ടാക്കണമെന്ന് പറഞ്ഞു. ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ചെയ്ത കോട്ടയ്ക്കലച്ച, വികാരി ജോർജ് അച്ച, ഡോക്ടർ ചിത്രധാര ഗംഗാധരൻ, ഇന്നിവിടെ ഇതുപോലൊരു ക്യാമ്പ് സംഘടിപ്പിച്ചതിന് എല്ലാ ആശംസകളും തരുന്നു. ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ തീർത്തുന്നു. ഐബ്രസ് എക്സാമിൻ്റെ വിജയത്തിനായി സാമ്പത്തികമായും മറ്റെല്ലാ രീതിയിലും സഹായിച്ച അനേകം വ്യക്തികളുണ്ട്. അവരുടെ വീഡിയോ ആശംസ നമുക്ക് കേൾക്കാം. ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ സ്നേഹാശംസകൾ. ഞാൻ ബ്രദർ മാർട്ടിൻ മേനാച്ചേരി CST. പുതിയ ജീവിതശൈലി മൂലം കൂടുതൽ ജനങ്ങളിൽ ധാരാളം രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. അവയിലൊന്നാണ് ക്യാൻസർ. ക്യാൻസർ രോഗനിർണയ മേഖലയിൽ ആത്മജീവൻ ചാരിറ്റബിൾ സൊസൈറ്റി ചെയ്തു വരുന്ന സേവനം അത്യധികം പ്രശംസനീയമാണ്. അതിൻ്റെ 14 വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ ആത്മജീവൻ ചാരിറ്റബിൾ സൊസൈറ്റിയിലെ എല്ലാ നല്ല പ്രവർത്തകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും നേരുന്നു. താങ്ക് യു. കഴിഞ്ഞ 14 വർഷമായിട്ട് ആത്മജീവൻ നടത്തി വരുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടേതായ എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ ഭാവിയിലേക്ക് നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സർവശക്തൻ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്മസിന്റെ ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മേരി ക്രിസ്മസ്. താങ്ക് യു. ഇഫ് യു നോ ക്യാൻസർ ദർ ഇസ് നോ ക്യാൻസർ എന്ന ആശയവുമായി വന്ന ആത്മജീവൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എല്ലാ ക്യാൻസർ നിർണയ പ്രവർത്തനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ആത്മജീവന്റെ എല്ലാ പ്രവർത്തനത്തിനും ഞങ്ങളുടെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഈ 2024 ഒത്തിരിയേറെ പ്രവർത്തനങ്ങളും ഒത്തിരിയേറെ പുതുമയാർന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ആത്മജീവന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. നമസ്കാരം. പൊതുസമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്ന ഈ ഉദ്യമത്തിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും ഭാവുകങ്ങളും നേരുന്നു. സാധാരണക്കാരായിട്ടുള്ളവർക്ക് സൗജന്യമായി ക്യാൻസർ രോഗ നിർണയം നടത്തുന്നതിന് വേണ്ടി ആത്മജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ വിജയാശംസകൾ. അടുത്തതായി ക്യാൻസർ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിനായി മോർണിംഗ് സ്റ്റാർ കോളേജിന്റെ പ്രിൻസിപ്പലായ സിസ്റ്റർ അനുപമ CS ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് യൂട്യൂബിൻ്റെ യുഗമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും ദിവസവും പരിചയപ്പെടുന്നതാണിതിനെ.
യൂട്യൂബിൽ ലക്ഷ്യം എന്താണെന്ന് അതിൻ്റെ ഹോം പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും ശബ്ദമാകുക, ലോകത്തെ എല്ലാവരുടെയും മുമ്പിൽ എത്തിക്കുക. ഒരു പരിധിവരെ ഇതിന് സാധിക്കുന്നുണ്ട്. യൂട്യൂബ് നമ്മുടെ മുമ്പിൽ ഈ ലോകത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ ഓരോ മനുഷ്യനെക്കുറിച്ചും ഒരു ലക്ഷ്യമുണ്ട്, നമ്മൾ ലോകത്തിന് വെളിച്ചമാകുക, അതുപോലെ അജ്ഞത നിറയുന്നിടത്ത് പ്രകാശം ഏകുക എന്നത്. ഇന്ന് ഇവിടെ നടക്കുന്നത് അതാണ്. ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ച് നമുക്കുള്ള അജ്ഞത നീക്കുവാൻ അറിവിൻ്റെ മേഖല നമുക്കായി തുറന്നു തരുവാനാണ് ഇന്ന് ഈ ബോധവൽക്കരണ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് ഓർഗനൈസ് ചെയ്യുന്ന എല്ലാവർക്കും അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൽ നാം എന്തിനെയാണ് ഭയപ്പെടുന്നത്? കൃത്യമായി പറഞ്ഞാൽ നമുക്കറിയാം, നാം ഭയപ്പെടുന്നത് ഭയത്തെയാണ്. നമുക്ക് കുറേ പേടികളുണ്ട്. നാളെക്കുറിച്ചുള്ള ആകുലത, നാളെ എന്തായി തീരണം, മരണം, നമ്മുടെ ജീവിതം, നമ്മുടെ ഫ്യൂച്ചർ, ഇങ്ങനെ ഒരുപാട് ആകുലതകൾ ഓരോ മനുഷ്യനും ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ആകുലതയാണ് ക്യാൻസർ എന്നതും. ക്യാൻസറിൻ്റെ കാരണം എന്തെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഡോക്ടർ നമ്മൾക്ക് കൂടുതലായി വിശദീകരിച്ച് തരും. എങ്കിലും ഇതിൽ ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ ലോകത്ത് നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാരണമാണ് ആധുനിക ലോകത്തിലെ നമ്മുടെ ജീവിത രീതി. നമ്മുടെ ജീവിത രീതി എന്തെന്ന് ചോദിച്ചാൽ പഴയതിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ആഹാരക്രമം തന്നെ ഒരു പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ആഹാരം പാകം ചെയ്യുന്ന രീതികൾ, നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഇന്ന് ഉച്ചയ്ക്ക് നമ്മളെല്ലാവരും ചോറ് കഴിച്ചു. അരി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ചോറാക്കാം, ബിരിയാണി ആക്കാം, ഫ്രൈഡ് റൈസ് ആക്കാം, അതുപോലെ തന്നെ നെയ്ച്ചോറാക്കാം. ഇതിൽ ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ ആഹാരം കഴിക്കുന്ന ടൈം, ഇതൊക്കെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പണ്ടത്തെ കാലത്ത് നമ്മളിൽ ഈ ഇരിക്കുന്നവരിൽ പലരും തന്നെ നമ്മൾ മിക്സി അല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അരയ്ക്കുവാൻ. ഇന്ന് നമ്മൾ മിക്സി, ഗ്രൈൻഡർ ഇന്നത്തെ ആവശ്യം കൂടിയാണത്. പല കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു പരിധിവരെ ക്യാൻസറിനെ വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനേക്കാളുപരി നമ്മുടെ കെമിക്കൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ളത്. ഇന്ന് നമ്മൾ പലരും കിടന്നുറങ്ങുന്നത് AC റൂമുകളിലാണ്. AC റൂമിലേക്ക് നോക്കിയാൽ അതിൽ സ്മെല്ലുണ്ട്. നമ്മൾ ജനലൊക്കെ അടച്ചിട്ടിരിക്കുന്നു. ആ സ്മെല്ല് പോകാൻ നമ്മൾ റൂം ഫ്രഷർ ഉപയോഗിക്കും, അതിൽ കെമിക്കലുണ്ട്. ആ കെമിക്കൽ വലിക്കാൻ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഉപയോഗിക്കും. ഈ പ്ലാന്റ്സിന് അത് വളരാൻ വേണ്ടി നമ്മൾ വളങ്ങൾ ഉപയോഗിക്കും. ഇതിനെല്ലാത്തിനും കെമിക്കലുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ കുറേ കെമിക്കലിൻ്റെ നടുക്കാണ് ഇന്ന് നമ്മൾ താമസിക്കുന്നത്. WHO പറയുന്നതനുസരിച്ച്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പഠനമനുസരിച്ച് 2023 നമ്മുടെ ഇന്ത്യയിൽ തന്നെ 2.10 ലക്ഷം ക്യാൻസർ രോഗമാണ് നിർണയിച്ചിട്ടുള്ളത്. ഇത് 2025 ആകുമ്പോഴേക്കും 15.7 ലക്ഷമായിട്ട് മാറും. ഇങ്ങനെയുള്ള ഒരു വലിയ രോഗത്തിന് മുമ്പിലാണ് ഈ ലോകം തന്നെ പകച്ച് നിൽക്കുന്നത്. ഇവിടെയാണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോഗ്രാം എന്ന് വെച്ചാൽ സ്ക്രീനിങ്ങിൻ്റെയൊക്കെ അത്യാവശ്യം വരുന്നത്. ഈ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വൈദ്യശാസ്ത്രം ഇന്ന് പറയുന്നതനുസരിച്ച് മുൻകൂട്ടി നമ്മൾ രോഗം നിർണ്ണയിക്കുന്നതനുസരിച്ച് നമ്മുടെ രോഗത്തിൻ്റെ സ്റ്റേജ് അനുസരിച്ച് അതിനെ മാറ്റിക്കളയുവാൻ, രോഗം പൂർണ്ണമായും സുഖപ്പെടുത്താൻ സാധിക്കും. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹവും. രോഗം നമുക്ക് വന്നാൽ തന്നെയും മാറിപ്പോകണം. നേരത്തെ നമ്മൾ രോഗം നിർണ്ണയിക്കണം. അതിന് ഈ ക്യാമ്പ് ഏറ്റവും ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്യാമ്പ് ഒഫീഷ്യലായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യുന്നതായി പ്രഖ്യാപിക്കുന്നു. താങ്ക് യു. അടുത്തതായി ആശംസ അറിയിക്കുന്നതിനായി വാർഡ് കൗൺസിലർ ശ്രീമതി അജിത ഷിജോയെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ വ്യക്തികളെ, നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ വളരെയധികം പടർന്നു കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. നമ്മുടെ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇന്നിപ്പോൾ നമ്മുടെ ഈ ഹാളിന് പിറകിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന കട്ടൗട്ടുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കി അറിയാം. നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന നിത്യജീവിതത്തിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ,
അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇനി എന്ത് ഭക്ഷണം നമ്മൾ കഴിക്കണം, അതെങ്ങനെ കഴിക്കണം എന്ന ഒരു വിലയിരുത്തൽ ഇന്ന് നമുക്കിവിടെ ചിത്ര ഗംഗാധരൻ ഡോക്ടർ നമുക്ക് വേണ്ടി ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. അത് നമ്മുടെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഇന്ന് ഈ ക്ലാസ് കേൾക്കാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കും പകർന്നു കൊടുത്തുകൊണ്ട് നല്ലൊരു ബോധവൽക്കരണ ക്ലാസ്സായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിനു വേണ്ടി ഇന്ന് ആത്മീയ ജീവൻ ട്രസ്റ്റ് മുൻകൈ എടുത്തതിനും നമ്മുടെ വിൻസെൻഷൻ സഭ ഇതിനു വേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. അവർക്കും ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടും ഈ ക്ലാസ് വളരെയധികം വിജയപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദിയുടെ വാക്കുകൾ പറയുന്നതിനായി വിൻസെൻ്റ് ഡി പോൾ ആരോഗ്യമാതായുടെ പ്രസിഡന്റ് ആനി വർഗീസ് ആൻഡിയെ ക്ഷണിക്കുന്നു. നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നിച്ച് നന്ദി പറയുകയാണ്. പെട്ടെന്ന് എന്തോ ആവശ്യമായിട്ടെന്ന് പറയുന്ന പ്രസിഡന്റ് എന്തോ അത്യാവശ്യമായിട്ട് ഘട്ടം വന്നിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഞാനൊരു ഒറ്റ വാക്ക് നന്ദി പറയുകയാണ്. ക്ലാസ് ആരംഭിക്കുകയാണ്.